ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ NLPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേര് ചോദിച്ചൊരു ചോദ്യമാണ്, വിഷ്വലൈസേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുക്കളയിലാണ് താമസിക്കുന്നത്, സോ കണ്ണടച്ചാൽ മുഴുവൻ ആ ഒരു കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുന്നവരുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ കുറെ നെഗറ്റീവ് തോട്ട്സ് ആണ് മനസ്സിലേക്ക് വരുന്നത്. സോ പറയാൻ എളുപ്പമാണ്, വിഷ്വലൈസേഷൻ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം വിഷ്വലൈസേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് മാത്രമേ നമുക്ക് ഏക ഒരു വഴിയുള്ളൂ. ആദ്യം ഈ പറയുന്നത് കൂട്ട് തന്നെ വർഷങ്ങളായിട്ട് അടുക്കളയിൽ ജീവിച്ചിരുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരുപാട് റിജക്ഷൻ ഫേസ് ചെയ്ത ഒരാൾക്ക് വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് കണ്ണടച്ചാൽ തന്നെ ഇതൊക്കെ ആയിരിക്കും മനസ്സിലേക്ക് വരുന്നത്. ഇതൊക്കെ വെറുതെ ആണ് എന്നുള്ളൊരു തോന്നലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ സാഹചര്യങ്ങളാണ്, ഓരോ മനുഷ്യരുടെ സാഹചര്യങ്ങളാണ്. അതുപോലെ വിഷ്വലൈസേഷൻ ചിലർക്ക് പെട്ടെന്ന് വർക്കാവും, ചിലർക്ക് ഒരുപാട് താമസം എടുക്കും. ഈ വർക്ക് ആവുന്നതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ചിലർ ഇത് വിശ്വസിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ വേണമെന്ന് വെച്ച് വിശ്വാസത്തോടു കൂടി, എല്ലാത്തിനും അടിസ്ഥാന വിശ്വാസമാണ് കേട്ടോ. വിഷ്വലൈസേഷൻ ഒരു മാജിക് ഒന്നും അല്ല, നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു വിശ്വാസമാണ്, ഒരു ബിലീഫാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വിഷ്വലൈസേഷൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് പറയുന്നത്. ശരിക്കും ഇതൊരു ടെക്നിക്കല്ല, ആയിരക്കണക്കിന് വീഡിയോസ് നമുക്കിടയിലുണ്ട്. എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോളോ ചെയ്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് നോക്കുക, എന്താണ് വിഷ്വലൈസേഷൻ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നടന്നതായിട്ട് കാണുക. നടന്നതായിട്ട് കാണുക മീൻസ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ ഞാൻ ഓർത്ത് മനസ്സിലാക്കുക. അതായത് എനിക്കൊരു BMW കാറാണ് ആഗ്രഹമെങ്കിൽ ഞാൻ BMW കാറിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ അത് ഓടിച്ചിങ്ങനെ പോകുന്നു, പെട്രോൾ അടിക്കുന്നു, അതിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങി വരുന്നു. ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം? വിഷ്വലൈസ് ചെയ്യാം. ഇത് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് വെളിയിൽ നിന്നിട്ട് ഒരാൾ എന്നെ കാണുന്നതല്ല, ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്, ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കിക്കേ, ആദ്യമായിട്ട് ഈ പറഞ്ഞത് കൂട്ട് തന്നെ വിഷ്വലൈസേഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ BMW എന്ന് പറയുന്ന കാർ. അപ്പൊ എന്റെ ഇന്റൻഷൻ എന്താ? BMW കാറ് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലിയർ ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ഇന്റൻഷൻ മീൻസ് എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മുടെ ഇടയിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എനിക്ക് ആരോഗ്യം വേണം, സന്തോഷമായിട്ട് താമസിക്കണം, ഇഷ്ടം പോലെ പൈസ വേണം, ജോലി ഭയങ്കര ഗസറ്റഡ് പോസ്റ്റ് വേണം. അപ്പൊ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ, ഏതെങ്കിലും ജോലി, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ക്ലിയർ ആയിട്ടുള്ള ഇന്റൻഷൻ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഒരാൾ ചോദിച്ചാൽ BMW കാർ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇന്ന കമ്പനിയിലെ ജോലി എന്ന് നമുക്ക് കൃത്യമായിട്ട് എടുത്ത് പറയാൻ കഴിയണം. അല്ലെങ്കിൽ 10 കോടി രൂപ, 5 കോടി രൂപ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കണം. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ടെക്നിക്ക്. എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുന്ന നമുക്കും അറിയത്തില്ല, എന്താ തരേണ്ടതെന്ന് നമ്മുടെ മനസ്സിനും അറിയില്ല. ഓക്കെ, സോ സെറ്റ് എ ക്ലിയർ ഇന്റൻഷൻ. ഇരിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ച് ഉറപ്പിക്കുക ആദ്യമായിട്ട്. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഇത് നടന്നതായിട്ട്, അതായത് I am successfully selected the PSC exam and enjoying my new government job. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നിങ്ങളൊരു അഫർമേഷൻ രീതിയിൽ എഴുതുന്നു, ഞാൻ ഈ ഒരു എക്സാം പാസ്സായി. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഞാനിപ്പോ സബ് ഇൻസ്പെക്ടറായിട്ട് എക്സാം ഞാൻ പാസ്സായിരിക്കുന്നു, ഞാൻ ഈ ജില്ലയിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്തു, താങ്ക് യു എന്നുള്ള രീതിയിലേക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെക്കുക. അപ്പൊ ഇവിടെ കൃത്യമായിരിക്കണം എന്താണ് പോസ്റ്റ് എന്നുള്ളത്, നമ്മൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അടുത്തത് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാനിരിക്കാൻ പോവാം. അപ്പൊ ഇരിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കണം? കഴിവതും താഴെ ഇരിക്കുവോ, അല്ലെങ്കിൽ താഴെ ഇരിക്കാൻ വയ്യാത്തൊരു ചെയറിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിലായിരിക്കണം. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ നല്ല രീതിയിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുക. ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതായത് ചുറ്റുപാടുള്ള വഴക്കിന്റെയും ബഹളത്തിന്റെയും കുട്ടികളുടെ ബഹളത്തിന്റെ ഒന്നും നടുക്കിരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പതുക്കെ കണ്ണടയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ, യോഗയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ 4 കൗണ്ട്സ് അകത്തേക്ക് ബ്രീത്ത് ഇൻ, 6 കൗണ്ട് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇതൊക്കെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇതുപോലെ ചെയ്തില്ലെങ്കിലും സാരമില്ല, ക്ലോസ് ആയിട്ട് ഇരിക്കുക. അതായത് ഐസ് എല്ലാം ക്ലോസ് ആയിട്ടിരിക്കുക. ഈ കൗണ്ട് കൃത്യമായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ബോഡി എല്ലാം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഇപ്പം വളരെ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ കുറച്ചു നേരം കണ്ണടച്ചിരുന്നാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഓപ്പൺ ആയിട്ട് വരും.
ഓക്കെ, ഈ സമയത്ത് എന്റെ കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേട്ടിരിക്കുന്നത് നിങ്ങളുടെ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ, പെട്ടെന്നല്ല, പതുക്കെ പതുക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെറിയ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. നമ്മളിപ്പം തോട്ട്സ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. തോട്ട്സ് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരു ലെവൽ എത്തിയതിനു ശേഷം മാത്രമേ ഈ തോട്ട്സിന്റെ വരവ് നിൽക്കൂ. അതുവരെ നമുക്ക് ഇഡ്ഡലിക്കകത്ത് മാവിനകത്ത് ഉപ്പിട്ടായിരുന്നോ, അല്ലെങ്കിൽ കൊച്ചിനെ വിളിക്കാൻ സമയമായാലോ, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വന്നോട്ടെ, ആദ്യമൊക്കെ വന്നോട്ടെ. അപ്പൊ ആദ്യം നമ്മളെല്ലാം ഇരുന്നു, സെറ്റായി. ഇനി അടുത്തത് നമ്മൾ മനസ്സിലേക്ക് വിളിക്കാൻ പോവാ. നിങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലൊരു പിക്ചർ കാണുമല്ലോ, അതിലേക്ക് വിളിക്കാൻ പോവുകയാണ്. പുറത്തുനിന്ന് ആള് നമ്മളെ കാണുകയല്ല, നമ്മൾ നമ്മളെ തന്നെ കാണാൻ പോവുകയാണ്. നിങ്ങൾ PSC പോസ്റ്റിംഗ് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ഷോർട്സിലൊക്കെ കാണുന്ന പോലെ നമ്മൾ സൈൻ ചെയ്യുന്നു, ചിരിച്ചുകൊണ്ട് സൈൻ ചെയ്യുന്നു, തൊട്ടടുത്ത് നമ്മുടെ ബന്ധുക്കളൊക്കെ നിൽപ്പുണ്ട്, ഉദ്യോഗസ്ഥന്മാരെല്ലാം നിന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ മുന്നിൽ കാണാൻ പോവുകയാണ്. ഈ മുമ്പിൽ കാണുന്ന സമയത്ത് നമ്മുടെ ആ എൻവയോൺമെന്റ്, അതായത് നമ്മൾ ഒപ്പിടുന്ന മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന അമ്മ അല്ലെങ്കിൽ ഹസ്ബൻഡ്, മക്കള് എല്ലാവരും ചിരിക്കുന്നുണ്ട്, എല്ലാവർക്കും സന്തോഷമുണ്ട്, ചുറ്റും നിൽക്കുന്നവരും ചിരിക്കുന്നുണ്ട്, കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. നമുക്ക് ആ സമയത്ത് ഫീൽ ചെയ്യുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം നമ്മളങ്ങ് ഫീൽ ചെയ്യുക. ഇപ്പം നമ്മൾ ജോലി ഇല്ലാത്ത അവസ്ഥയിലല്ല, നമ്മളിത് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതും ഈസി അല്ല, പോകെ ഈസി ആയിട്ട് വരും. ഇത് കിട്ടും, ഉറപ്പാണ്. അപ്പം ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയില്ല ഇത് റിയൽ ആണോ അല്ലയോ എന്നുള്ളത്. ഇതിപ്പോ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ തലച്ചോറിലോട്ട് ഈ സന്തോഷം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് തോന്നുന്ന ഒരു പലതരം ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാം, ഭയങ്കരമായിട്ടുള്ള സന്തോഷം, സങ്കടം, എന്തൊക്കെയോ ഒരു ഫീല് നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതെല്ലാം വരട്ടെ. ഈ ഫീലിങ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റ്, അവിടെ കാണുന്ന ഭിത്തിയുടെ കളറ് പോലും നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, കേൾക്കുന്ന സൗണ്ടുകൾ, ഈവൻ സ്മെല്ല് പോലും നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്തെടുക്കാം. എത്രത്തോളം ഇമാജിനറി കൂടുന്നോ അത്രത്തോളം റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. ഇനി അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സെൻസസും, അതായത് സെൻസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. വിഷ്വലൈസ് ചെയ്യുക മീൻസ് കാണുക മാത്രമല്ല, നമ്മൾ അത് അനുഭവിക്കുകയും കൂടെ ചെയ്യുകയാണ്. അതായത് ഓഫീസ് കാണുന്നുണ്ട്, ആൾക്കാരെ കാണുന്നുണ്ട്, അവിടെ കുറച്ച് ട്രോഫികൾ, ഇപ്പൊ സ്കൂളിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ പ്രിൻസിപ്പാളിന്റെ റൂമിലാണ് ട്രോഫികൾ കാണുന്നുണ്ട്. ഇനി മറ്റ് ഗവൺമെന്റ് ഓഫീസിലാണെങ്കിൽ അതിന്റെ സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ കൺഗ്രാജുലേഷൻസ് കേൾക്കുന്നുണ്ട്. നമ്മളോട് തന്നെ പറയുന്നുണ്ടോ, അവസാനം ഞാൻ സാധിച്ചു, എനിക്ക് സന്തോഷമായി, ഇനി അടുത്ത മാസം തൊട്ട് സാലറി, ഞാനൊരു ജോലിക്കാരിയായി, ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ID കാർഡ്, നമ്മുടെ ആ സമയത്ത് തോന്നുന്ന എന്തൊക്കെ ഫീലിങ്സ് വരും അതെല്ലാം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. ഈ ഓരോ വട്ടവും നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ ചുമ്മാതാണ്, നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയിട്ടില്ല, പരീക്ഷ പോലും കഴിഞ്ഞിട്ടില്ല, ഇതൊക്കെ തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ. പതുക്കെ ഈ ഒരു തോന്നലും നമ്മളിൽ നിന്ന് അകന്നു പോകും. ഇത് റിയൽ ആയിട്ട് നടന്നതായിട്ട് നമുക്ക് 5 മിനിറ്റ് എങ്കിൽ 5 മിനിറ്റ്, പിന്നീട് അത് 10 മിനിറ്റത്തേക്ക് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. വിശ്വസിക്കുക. അതിനുശേഷം ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഇമോഷൻസ് ഡീപ്ലി ഫീൽ ചെയ്യാൻ പറ്റുക. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മുടെ ഈ മാനിഫെസ്റ്റേഷന്റെ ഏറ്റവും വലിയ മാഗ്നറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഇമോഷൻസ് ആണ്. നമുക്ക് തോന്നുന്ന ആ ഒരു സന്തോഷം, നമ്മുടെ ആ ഒരു പ്രൈഡ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഓൾറെഡി സംഭവിച്ചു എന്നുള്ള ആ ഫീലിങ്സിനാണ് ഈ ഒരു നമ്മുടെ ആഗ്രഹത്തിനെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും കഴിയുന്നത്. അപ്പം നമ്മുടെ ഹോൾ ബോഡിയിലേക്ക് ഈ ഒരു എനർജി വന്നു കഴിഞ്ഞു. ആ ഒരു എനർജി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് ഇതെല്ലാം റിയൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവമാണ് മാനിഫെസ്റ്റേഷൻ. ചുമ്മാ വിഷ്വലൈസ് ചെയ്യുന്ന അല്ല മാനിഫെസ്റ്റേഷൻ. എന്താ ഈ മാനിഫെസ്റ്റേഷൻ? എപ്പോഴാണോ നിങ്ങൾക്ക് ഇതെല്ലാം എനിക്ക് നടന്നതായിട്ട് തോന്നിയിട്ട് ഈ പറഞ്ഞ ഫുൾ ഫീലിങ്സ്, ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ അനുഭവിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് മാനിഫെസ്റ്റേഷൻ. അല്ലാതെ 5 മിനിറ്റോ 10 മിനിറ്റോ അവിടെ പോയി കണ്ണടച്ചിരുന്നു, ഇതെല്ലാം കണ്ടു, ഞാൻ എന്നും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം, നിങ്ങൾ കണ്ടു, ആഗ്രഹമൊക്കെ ഇങ്ങനെ അയ്യോ അങ്ങനെ വന്നു ഇങ്ങനെ, അങ്ങനെയല്ല. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് ഡീപ്പായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി, അറിയാതെ പോലും നമ്മുടെ മുമ്പിൽ ഒരു ചിരി വന്നു എന്നുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റേഷൻ നടന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ്. ദെൻ റിലീസ് ആൻഡ് ട്രസ്റ്റ് എന്നുള്ളതാണ് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണിത്. വിഷ്വലൈസേഷന് ശേഷം നമ്മൾ കണ്ണുറക്കുമ്പോൾ ശരിക്കും എന്താണ്, നമ്മുടെ എക്സാം നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നതേ ഉള്ളൂ, ഇതാണ് റിയാലിറ്റി. പക്ഷേ നമ്മൾ എന്താ പറഞ്ഞത്, ഇറ്റ്സ് ഓൾറെഡി ഡൺ, ഇത് ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഡൗട്ട് അടിക്കാനോ ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് തോട്ടിലോട്ട് പോയി ചെക്ക് ചെയ്യാനോ പോവരുത്. നമ്മൾ എന്ത് ചെയ്യുക, ഓൾറെഡി നടന്നു കഴിഞ്ഞു, നമ്മൾ ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുക. ഇത് വിശ്വസിച്ചു നമ്മൾ.
അല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നു ഇതൊക്കെ നടക്കുവോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല. ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. ഇതിന്റെ സയൻസ് ഒന്നും എനിക്ക് നമ്മൾ ഈ പറയുന്ന കൊണ്ട് തന്നെ യൂണിവേഴ്സ് തരുന്നില്ല, അല്ലെ യൂണിവേഴ്സെ എനിക്ക് അത് കാണിച്ചു തരണേ ഇത് കാണിച്ചു തരണേ ഇത് നടക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇത് നടന്നു കഴിഞ്ഞു ഓൾറെഡി. സോ നമ്മള് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനാ സംശയിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഈ സയൻസും ദൈവം എനിക്ക് ആ സൈൻ കാണിച്ച ഈ സൈൻ കാണിച്ച എന്നൊക്കെ പറയുന്നത്? അപ്പം കോൺഫിഡന്റ് ആയിട്ട് അന്നത്തെ ദിവസം രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. നമ്മൾ ആ പ്രോസസ്സിനെ വിശ്വസിക്കുന്നു. ദെൻ നിങ്ങളുടെ വർക്കിലേക്ക് തന്നെ പോവുക. പഠിക്കാനുള്ളത് പഠിക്കുക, ആഹാരം വെക്കാനുള്ളെങ്കിൽ അങ്ങോട്ട് പോവുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റ് ഡെയിലി എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക. 5 to 10 minutes ഒരു അത്രയെങ്കിലും നിങ്ങൾ എസ്പെഷ്യലി ഇതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം എല്ലാവരും പറയുന്നതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഈ പറഞ്ഞുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് രാവിലെ എണീക്കുന്ന സമയത്തും ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. 5 മുതൽ 10 മിനിറ്റ് വരെ നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പൊ മാനിഫെസ്റ്റേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. മാനിഫെസ്റ്റേഷൻ പറയുന്നത് കൂട്ടി വിഷ്വലൈസ് ചെയ്യുകയല്ല. വിഷ്വലൈസേഷന്റെ കൂട്ടത്തിൽ തന്നെ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മളത് ഫീൽ ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ഹാപ്പി ഹോർമോൺസും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന ഒരു റിലാക്സേഷനും സന്തോഷവും ഒക്കെ ഉണ്ട്. അത് എപ്പോഴാണോ നടക്കുന്നത് അതാണ് മാനിഫെസ്റ്റേഷൻ. സോ ഇത്രയും നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇതിനകത്ത് ഡൗട്ട് വരാൻ സാധ്യതയില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന പ്രോസസ് ഒക്കെ തന്നെയാണ്. അറിയാൻ വയ്യാത്ത കുറച്ച് പേർക്കായിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ചെക്ക് ചെയ്യുക കേട്ടോ. NLPക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വിഷ്വലൈസേഷൻ. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ സ്വിഷ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5 to 6 times ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി ആ പറഞ്ഞിരിക്കുന്ന 4 or 5 ടെക്നിക്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുക. വിഷ്വലൈസേഷൻ മുടക്കാതിരിക്കുക. എന്നിട്ട് റിസൾട്ട് താഴെ ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.